മോഹൻലാൽ പിന്മാറിയതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷും ശ്വേതാമേനോനും അടക്കം നിരവധി പേർ രംഗത്തേക്ക് വരികയാണ്. രവീന്ദ്രനും കച്ചമുറുക്കുന്നുണ്ട്. ബാബുരാജും ജയൻ ചേർത്തലയും വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതേസമയം ജോയി മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. കുറ്റം തെളിയാത്തിടത്തോളം ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു അൻസിബയുടെയും സരയുവിന്റെയും പ്രതികരണം. താല്പര്യമുള്ളവർ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയായിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ, നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹം. എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നാണ് നടൻ അനൂപ് ചന്ദ്രന്റെ നിലപാട്. ആരോപണ വിധേയരെയും ക്രിമിനൽസിനെയും മാറ്റി നിർത്തി അമ്മയെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിൻ്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. പാനൽ തിരഞ്ഞുള്ള മത്സരം സംഘടനയിൽ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ അതേസമയം നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ നടൻ രവീന്ദ്രൻ നിഷേധിച്ചു. അങ്ങനെയൊന്നും പാനലൊന്നുമില്ല. ഞാനും കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഒരുപാട് പേര് മൾട്ടിപ്പിളായിട്ട് മത്സരിക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ആകെ ഒരു നേതാവ് ഉണ്ടായിരുന്നുള്ളൂ, മോഹൻലാൽ. അദ്ദേഹം മാറിയോടുകൂടി എല്ലാവരും നല്ല അങ്കലാപ്പിൽ തന്നെയാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും പലരും വന്ന് ഇനിയാണ് പാനലൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിൽക്കണമെന്ന് ആർക്കും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹാപോഹം മാത്രമേ ഉള്ളൂ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ലാലേട്ടൻ മാറുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിക്കുമ്പോൾ ആ കീ പോസ്റ്റിലേക്ക് പലരുടെയും പേര് വരികയാണ്. അപ്പോൾ ഒരു ചിത്രം ഏകദേശം ഇന്നത്തോടുകൂടി വ്യക്തമാകും. കാരണം സമയപരിധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളതൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വളരെ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് അമ്മയുടെ അംഗങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം മുൻപെങ്ങും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ മോഹൻലാൽ, ഇന്നസെൻ്റ് ഉൾപ്പെടെ ഒരു സമവായത്തിലൂടെ ഈ സ്ഥാനങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയായിരുന്നു അമ്മ ചെയ്തിരുന്നത്. എന്നാൽ മോഹൻലാൽ ഈ ഒരു സ്ഥാനത്തേക്ക് ഇല്ല എന്ന് അറിയിച്ചതോടുകൂടി അമ്മയിൽ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനിക്കപ്പെടുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെയായിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അവസാനിക്കുമ്പോൾ 74 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 600-അടുത്താണ് അമ്മയിലെ അംഗങ്ങൾ. അതിൽ 74 പേർ പത്രിക സമർപ്പിച്ചു. ഇതിൽ 2 സ്ഥാനങ്ങളിലേക്ക്, അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേരും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരുമാണ് സമർപ്പിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാമേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് എന്നിവരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ. അതായത് ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരിക്കാൻ കഴിയില്ല. ഒറ്റ സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി ജൂലൈ 31 ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. ആ അവസാന തീയതി കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകും. അതായത് ഓരോ സ്ഥാനങ്ങളിലേക്കും ആരൊക്കെ മത്സരിക്കുന്നു എന്നത്.